ഹലോ കൂട്ടുകാരെ, 7ാം ക്ലാസ്സിലെ ബേസിക് സയൻസിലെ 5ാമത്തെ യൂണിറ്റായ ഹ്യൂമൻ ബോഡി എ വണ്ടർ ഡൈജഷൻ ആൻഡ് റെസ്പിറേഷൻ ആണ് നമ്മളിന്ന് നോക്കുന്നത്. ഓൾ ഓർഗാനിസം നീഡ് ഫുഡ്. എല്ലാ ജീവികൾക്കും ഭക്ഷണം ആവശ്യമാണ്. ദ ഫുഡ് ആൻഡ് ദ മെത്തേഡ് ഓഫ് ഒബ്റ്റെയിനിങ് ഫുഡ് വേരി ഫ്രം ഓർഗാനിസം ടു ഓർഗാനിസം. എന്നാൽ ഈ ഭക്ഷണം കണ്ടെത്തുന്ന രീതി ഓരോ ജീവികളിലും വ്യത്യസ്തമായിരിക്കും. Rabbits eats tender grass, parrots pecking at and flying away with the grains, snakes swallowing rats, bear climbing trees to gobble up honey-laden combs. അപ്പോൾ എന്ത് ചെയ്യുന്നു? റാബിറ്റ്സ് തളിരിലകൾ കഴിക്കുന്നു. അതുപോലെ തത്തകളാകട്ടെ അവർ ധാന്യമണികൾ കൊത്തിക്കൊണ്ട് പറന്നു പോകുന്നു. പാമ്പ് എലിയെ വിഴുങ്ങുന്നു. ഇനി നമ്മുടെ കരടിയാണെങ്കിൽ എന്ത് ചെയ്യുന്നു? മരത്തിൻ്റെ മുകളിൽ കയറിയിട്ട് തേനെടുക്കുന്നു. ഹൗ ഡൈവേഴ്സ് ദീസ് സൈറ്റ്സ് ആർ. ഈ കാഴ്ചകളൊക്കെ എത്ര വൈവിധ്യമുള്ളതാണ്. ഹാവിൻറ്റ് യു ഒബ്സർവ് ദ ഡൈവേഴ്സ് ഫുഡ് ഓഫ് ഓർഗാനിസം അറൗണ്ട് യു ആൻഡ് ദ മെത്തേഡ്സ് ദേ അഡോപ്റ്റ് ടു കളക്ട് ഇറ്റ്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ചുറ്റുമുള്ള ജീവികളുടെ ഈ വ്യത്യസ്തമായിട്ടുള്ള ഭക്ഷണ രീതികളും അവയത് നേടിയെടുക്കുന്ന രീതികളും ഒക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? കമ്പയർ എ ലിസ്റ്റ് ഓഫ് ദ ഓർഗാനിസം യു ഹാവ് ഒബ്സർവ്ഡ് ആൻഡ് ദെയർ റെസ്പെക്റ്റീവ് ഫുഡ്. അപ്പോൾ എന്ത് ചെയ്യണം? നിങ്ങൾ ഇതുപോലെ കണ്ടിട്ടുള്ള ജീവികളുടെ ഒരു ലിസ്റ്റ് തയ്യാറാക്കണം. ആ ജീവികൾ കഴിക്കുന്ന ഭക്ഷണവും അതിൻ്റെ നേരെ എഴുതണം. പ്രസൻറ്റ് ഇറ്റ് ഇൻ ദ ക്ലാസ് റൂം. എന്നിട്ട് നിങ്ങളത് ക്ലാസ് റൂമിൽ അവതരിപ്പിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഒരു ടേബിൾ തന്നിട്ടുണ്ട്. ഇതിനകത്ത് കൗ, ഗോഡ്, ക്യാറ്റ്, ബിയർ, റാബിറ്റ്, ഹ്യൂമൻ. അപ്പോൾ ഇത്രയും ഓർഗാനിസം തന്നിട്ടുണ്ട്. അതിന് നേരെ അവരുടെ ഫുഡ് എഴുതാനുള്ള ബുള്ളറ്റ്സും തന്നിട്ടുണ്ട്. ആദ്യത്തെ ഓർഗാനിസം കൗ ആണ്. കൗ എന്താണ് കഴിക്കുന്നത്? ഗ്രാസ് കഴിക്കും. അതുപോലെ റൈസ് വാട്ടറും കഴിക്കും അല്ലേ. ഇനി ഗോട്ട് എന്താണ് കഴിക്കുന്നത്? ലീവ്സും ഫ്രൂട്ട്സും കഴിക്കും. ക്യാറ്റ് എന്താണ്? മൈറ്റ്സിനെ, എലിയെ കഴിക്കും അല്ലേ. അതുപോലെ എന്താണ്? മിൽക്ക് കഴിക്കും അല്ലേ. ബിയർ എന്താ കഴിക്കുന്നത്? ഹണി കഴിക്കും. അതുപോലെ തന്നെ ലീവ്സും കഴിക്കും. അടുത്തതായിട്ട് റാബിറ്റ്, നമ്മുടെ മുയലെന്താ കഴിക്കുക? ക്യാരറ്റും ലീവ്സും കഴിക്കും. മനുഷ്യരെന്താ? ഹ്യൂമൻസ് എന്താ കഴിക്കുക? കുക്ക്ഡ് റൈസും കുക്ക്ഡ് മീറ്റും ആണ് ആര് കഴിക്കുന്നത്? ഹ്യൂമൻസ് കഴിക്കുന്നത്. അപ്പോൾ ഈ ടേബിൾ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായല്ലോ. ആഡ് മോർ ഓർഗാനിസംസ് ആൻഡ് എക്സ്പാൻഡ് ദ ലിസ്റ്റ്. അപ്പോൾ നിങ്ങൾക്ക് ഇനി ഇതിൽ എന്ത് ചെയ്യാം? നിങ്ങൾക്കറിയാവുന്ന ഓർഗാനിസത്തിൻ്റെ പേര് കൂടി ആഡ് ചെയ്ത് ഈ ലിസ്റ്റ് നിങ്ങൾക്ക് വലുതാക്കാം. വിത്ത് ദ ഹെൽപ്പ് ഓഫ് ദ ലിസ്റ്റ് ക്ലാസിഫൈ ദ ലിവിങ് ഓർഗാനിസം ഇൻറ്റു ഹെർബിവോർ, കാർണിവോർ ആൻഡ് ഒംനിവോർ. എന്നിട്ട് എന്ത് ചെയ്യാം? ഈ ലിസ്റ്റിൻ്റെ സഹായത്തോടു കൂടി നിങ്ങൾക്ക് ഓർഗാനിസംസിനെ ഹെർബിവോർ എന്നും കാർണിവോർ എന്നും ഒംനിവോർ എന്നും 3ആയി ക്ലാസിഫൈ ചെയ്യാം. റൈറ്റ് ഇറ്റ് ഇൻ ദ സയൻസ് ഡയറി. എന്നിട്ട് നിങ്ങൾക്കത് നിങ്ങളുടെ സയൻസ് ഡയറിയിൽ എഴുതാം. ഹെർബിവോർസ് എന്ന് പറഞ്ഞാൽ ആരാണ്? വെജിറ്റേറിയൻ ഫുഡ് മാത്രം കഴിക്കുന്നത്. അപ്പം നമ്മുടെ കൗവും ഗോട്ടും എന്താണ്? ഹെർബിവോർ ആണ്. കാർണിവോർ എന്ന് പറഞ്ഞാൽ ആരെയാ പറയുക? അനിമൽ ഫുഡ് അല്ലെങ്കിൽ മീറ്റ് ഫുഡ് മാത്രം കഴിക്കുന്നതിനെയാണ് നമ്മൾ കാർണിവോർ എന്ന് പറയുന്നത്. ലയൺ, ടൈഗർ ഇതൊക്കെ കാർണിവോർസ് ആണ്. ഇനി ഒംനിവോർസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അവർ വെജിറ്റേറിയൻ ഫുഡും കഴിക്കും, നോൺ വെജിറ്റേറിയൻ ഫുഡും കഴിക്കും. ആരൊക്കെയാണ്? ക്യാറ്റും ഹ്യൂമൻസും ഒക്കെ ഒംനിവോർസ് ആണ്. അപ്പോൾ ഈ ലിസ്റ്റിൻ്റെ സഹായത്തോടു കൂടി നിങ്ങൾക്ക് ഹെർബിവോറും കാർണിവോറും ഒംനിവോറും ഒക്കെ എഴുതാൻ കഴിയില്ലേ? അപ്പോൾ നിങ്ങളത് എഴുതി നോക്കൂ. അടുത്ത ഭാഗം ന്യൂട്രീഷനാണ്. ന്യൂട്രീഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ന്യൂട്രീഷൻ ഈസ് ദ പ്രോസസ് ബൈ വിച്ച് ഓർഗാനിസംസ് ഒബ്റ്റെയിൻ ആൻഡ് യൂട്ടിലൈസ് ഫുഡ്. ജീവികൾ ഭക്ഷണം നേടുകയും അതിനെ ഉപയുക്തമാക്കുകയും ചെയ്യുന്ന പ്രക്രിയയ്ക്കാണ് ന്യൂട്രീഷൻ എന്ന് പറയുന്നത്. Every organism obtains the energy necessary for its vital activities from their food. എല്ലാ ജീവികളും അവർക്ക് ആവശ്യമായ ഊർജവും കണ്ടെത്തുന്നത് ഭക്ഷണത്തിൽ നിന്നാണ്. The food we consume undergoes various changes within our body. നമ്മൾ കഴിക്കുന്ന ഭക്ഷണം നമ്മുടെ ശരീരത്തിനുള്ളിൽ പലവിധ മാറ്റങ്ങൾക്ക് വിധേയമാകുന്നുണ്ട്. ഹൗ ഈസ് ദ ഇൻജസ്റ്റഡ് ഫുഡ് യൂട്ടിലൈസ്ഡ് ബൈ ദ ഓർഗാനിസംസ്. എങ്ങനെയാണ് വായിലെത്തി നമ്മൾ വിഴുങ്ങിയ ഭക്ഷണം ഒരു ജീവി അതിൻ്റെ ആവശ്യങ്ങൾക്കായിട്ട് ഉപയോഗിക്കുന്നത് എന്ന് നോക്കാം. ഇൻജഷൻ. ദെയർ ആർ 5 സ്റ്റേജസ് ഇൻ ന്യൂട്രീഷൻ. ന്യൂട്രീഷൻ എന്ന് പറയുന്ന പ്രക്രിയയ്ക്ക് 5 ഘട്ടങ്ങളാണുള്ളത്. ദ ഫസ്റ്റ് സ്റ്റേജ് ഈസ് ഇൻജഷൻ. ആദ്യത്തെ ഘട്ടമാണ് ഏത്? ഇൻജഷൻ അഥവാ വിഴുങ്ങൽ എന്ന് പറയുന്ന ഘട്ടം. ദ ഫുഡ് ഫസ്റ്റ് റീച്ചസ് ദ മൗത്ത്. ഭക്ഷണം ആദ്യം എവിടെയാണ് എത്തുന്നത്? വായിലാണ് എത്തുന്നത്. വാട്ട് ആർ ദ ചേഞ്ചസ് ദാറ്റ് ഒക്കർ ഫുഡ് ഇൻ ദ മൗത്ത്. വായിലെത്തുന്ന ഭക്ഷണത്തിന് എന്തെല്ലാം മാറ്റങ്ങൾ സംഭവിക്കാം? ഇറ്റ് മിക്സസ് വിത്ത് സലൈവ. അത് സലൈവയുമായി കൂടിച്ചേരുന്നു. സലൈവ എന്ന് പറഞ്ഞാൽ എന്താണ്? ഉമിനീര്. നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ ഉമിനീര് ഉൽപ്പാദിപ്പിക്കാറുണ്ട്. അപ്പോൾ ഈ ഭക്ഷണം എന്ത് ചെയ്യുന്നു? ഉമിനീരുമായി കൂടിച്ചേരുന്നു. ബ്രേക്ക് ഡൗൺ ഇൻ ടു സ്മോൾ പീസസ്. പിന്നെ അതിനെ എന്ത് ചെയ്യുന്നു? നമ്മളതിനെ ചവച്ച് ചെറു കഷ്ണങ്ങളാക്കി മാറ്റുന്നു. നമുക്ക് ഭക്ഷണം കഴിക്കുന്നതിൽ ലിപ്പും ടീത്തും ടങ്കും നമ്മളെ സഹായിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ടീത്തിനെ പറ്റി വിശദമായി നോക്കാം.
Teeth are used to masticate food. The structure and arrangement of teeth is suitable for biting, chewing and grinding food. അപ്പോൾ ടീത്ത് നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്? ഭക്ഷണത്തിനെ ചെറുകണങ്ങളാക്കി മാറ്റാൻ വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. പല്ലിൻ്റെ രൂപവും അതുപോലെ തന്നെ അതിൻ്റെ അറേഞ്ച്മെൻറ്റും ഒക്കെ എന്തിനു സഹായിക്കുന്നവയാണ്? ഭക്ഷണത്തെ മുറിക്കാനും ചവയ്ക്കാനും അരയ്ക്കാനുമൊക്കെ സഹായിക്കുന്ന രീതിയിലാണ് ഉള്ളത്. ഇനിയൊക്കെ ഒരു പല്ലിൻ്റെ ക്രോസ് സെക്ഷൻ തന്നിട്ടുണ്ട്. അവിടെ ഏറ്റവും മുകളിലായിട്ട് ആ വെളുത്ത നിറത്തിലുള്ള പാളിക്ക് എന്താണ് പറയുന്നത്? ഇനാമൽ എന്നാണ് പറയുന്നത്. ഇനാമൽ ഈസ് ദ ഔട്ടർ മോസ്റ്റ് ലെയർ ഓഫ് ദ ടൂത്ത്. ടൂത്തിൻ്റെ ഏറ്റവും പുറമേയുള്ള പാളിയാണ് ഇനാമൽ. അതുപോലെ ഇറ്റ് ഈസ് ഓൾസോ ദ ഹാർഡസ്റ്റ് സബ്സ്റ്റൻസ് ഇൻ ദ ഹ്യൂമൻ ബോഡി. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കട്ടിയേറിയ പദാർത്ഥവും ഇനാമലാണ്. ഡു യു സ്റ്റിൽ ഹാവ് യുവർ ഫസ്റ്റ് സെറ്റ് ഓഫ് ടീത്ത്? നിങ്ങൾ ജനിച്ചപ്പോൾ നിങ്ങൾക്ക് ആദ്യം വന്ന പല്ല് നിങ്ങൾക്ക് ഇപ്പോഴും ഉണ്ടോ? നോ അല്ലേ, ഇല്ല. വിൽ ആൻ ഇൻഫൻസ് ഫസ്റ്റ് സെറ്റ് ഓഫ് ടീത്ത് ലാസ്റ്റ് ത്രൂ ഔട്ട് ഹിറ്റ്സ് ലൈഫ്? അതായത് ഒരു കുഞ്ഞിന് ആദ്യകാലത്ത് വരുന്ന പല്ല് അതിൻ്റെ ജീവിതകാലം മുഴുവൻ ഉണ്ടായിരിക്കുമോ? അതും ഇല്ല അല്ലേ. അപ്പോൾ നമുക്ക് എന്താണ് മിൽക്ക് ടീത്ത്, പെർമനൻറ്റ് ടീത്ത് എന്ന് നോക്കാം. മിൽക്ക് ടീത്ത്. ഇൻ ഇൻഫൻസ് ടീത്ത് ഡെവലപ്മെൻറ്റ് സ്റ്റാർട്ട്സ് അറൗണ്ട് ദ ഏജ് ഓഫ് 6 months. കുഞ്ഞുങ്ങളിൽ 6 മാസം ആവുമ്പോൾ തന്നെ പല്ല് വരാനായിട്ട് തുടങ്ങും. ദീസ് ടീത്ത് ആർ നോൺ ആസ് മിൽക്ക് ടീത്ത്. ഈ പല്ലുകളെയാണ് നമ്മൾ മിൽക്ക് ടീത്ത് അഥവാ പാൽപ്പല്ലുകൾ എന്ന് പറയുന്നത്. 10 മിൽക്ക് ടീത്ത് ഈച്ച് ഡെവലപ്പ് അറ്റ് ദ അപ്പർ ആൻഡ് ലോവർ ജോസ്. ഇൻ ടോട്ടൽ 20. 10 മിൽക്ക് ടീത്തുകൾ എന്ത് ചെയ്യുന്നു? മുകളിലും 10 താഴെയും ഉണ്ടാകുന്നു. ആകെ 20 പല്ലുകളാണ് മിൽക്ക് ടീത്തായിട്ട് നമുക്കുണ്ടാകുന്നത്. പിന്നീട് എന്ത് ചെയ്യും? ഇവ പൊഴിഞ്ഞു പോകും അല്ലേ. നിങ്ങളുടെ മിൽക്ക് ടീത്തുകളെല്ലാം പൊഴിഞ്ഞു പോയിട്ടുണ്ടോ? മിൽക്ക് ടീത്തുകൾ പൊഴിഞ്ഞു പോയിട്ട് നമുക്ക് വീണ്ടും പല്ല് വരില്ലേ? അതിനെയാണ് പെർമനൻറ്റ് ടീത്ത് എന്ന് പറയുന്നത്. പെർമനൻറ്റ് ടീത്ത് ആർ ദോസ് ദാറ്റ് റീപ്ലേസ് മിൽക്ക് ടീത്ത് വെൻ ദേ ഫാൾ ഓഫ്. അതായത് പാൽപ്പല്ലുകൾ അല്ലെങ്കിൽ മിൽക്ക് ടീത്തുകൾ പൊഴിഞ്ഞു പോകുമ്പോൾ അതിന് പകരം വരുന്ന പല്ലുകളാണ് പെർമനൻറ്റ് ടീത്ത്. ഇഫ് പെർമനൻറ്റ് ടീത്ത് ബ്രേക്ക് ഓർ ഫാൾ ഓഫ്, ന്യൂ ടീത്ത് വിൽ നോട്ട് ഗ്രോ ഇൻ ഇറ്റ്സ് പ്ലേസ്. അപ്പോൾ നമ്മളുടെ ഈ പെർമനൻറ്റ് ടീത്ത് ഒടിഞ്ഞു പോവുകയോ അല്ലെങ്കിൽ പൊഴിഞ്ഞു പോവുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ ഒരിക്കലും അതിന് പകരം മറ്റൊരു പല്ല് അവിടെ കിളിച്ച് വരില്ല. ദ ഫുഡ് വി ഈറ്റ് ആർ ദേ ദ സെയിം? നമ്മൾ കഴിക്കുന്ന ഭക്ഷണം എല്ലാം ഒരേ കണക്കുള്ളതാണോ? അല്ല. സം ആർ ലാർജ് ആൻഡ് ഹാർഡ് വൈൽ സം അതർ ആർ സോഫ്റ്റ്. ചിലതൊക്കെ വലുതായിരിക്കും, ചിലതൊക്കെ കട്ടി കൂടിയതായിരിക്കും, ചിലതൊക്കെ സോഫ്റ്റ് ആയിരിക്കും. വേരിയസ് ടൈപ്പ് ഓഫ് ടീത്ത് അസിസ്റ്റ് us ഇൻ ബൈറ്റിംഗ് ആൻഡ് ടീറിങ്, ച്യൂയിങ് ആൻഡ് ഗ്രൈൻഡിങ് ഡിഫറെൻറ്റ് ഫുഡ് ഐറ്റംസ്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് പലതരം പല്ലുകൾ നമ്മളെ എന്തിനു വേണ്ടി സഹായിക്കുന്നു? കടിച്ചു മുറിക്കാനും കടിച്ചു വലിക്കാനും ചവയ്ക്കാനും അരയ്ക്കാനും ഒക്കെ സഹായിക്കുന്നുണ്ട്. ഒബ്സർവ് ദ പിക്ചർ ആൻഡ് ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് ദ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ടീത്ത് ആൻഡ് ദെയർ പൊസിഷൻ. അപ്പോൾ ഈ ചിത്രം നോക്കിയിട്ട് വ്യത്യസ്ത തരത്തിലുള്ള പല്ലുകളും അവയുടെ സ്ഥാനവും മനസ്സിലാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. വ്യത്യസ്ത തരത്തിലുള്ള പല്ലുകൾ ഏതൊക്കെയാണ്? ഇൻസിസേഴ്സ്, കാനൈൻസ്, പ്രീമോളാർസ്, മോളാർസ്. ഇങ്ങനെ 4 തരം പല്ലുകളാണ് നമുക്കുള്ളത്. ഏറ്റവും ഫ്രണ്ടിലായിട്ടുള്ള പല്ലാണ് ഇൻസിസർ. അപ്പോൾ ഇൻസിസറിനെ പറ്റി വിശദമായിട്ട് നോക്കാം. 8 ഇൻസിസേഴ്സ് ഇൻ ഫ്രണ്ട്, 4 ഇൻ ദ അപ്പർ ജോ ആൻഡ് 4 ഇൻ ദ ലോവർ ജോ. ആകെ നമുക്ക് മുൻവശത്തായിട്ട് 8 ഇൻസിസറുകളാണ് ഉള്ളത്. ഇതിനകത്ത് 4 മുകളിലത്തെ മോണയിലും 4 താഴത്തെ മോണയിലുമാണ് ഉള്ളത്. ഇതിൻ്റെ ഉപയോഗം എന്താണ്? ടു ബൈറ്റ് ആൻഡ് ടിയർ ഫുഡ് ഐറ്റംസ്. ഭക്ഷണ സാധനങ്ങൾ കടിച്ചു മുറിക്കാനും കടിച്ചു കീറാനുമൊക്കെ സഹായിക്കുന്നതാണിത്. അടുത്തതാണ് കനൈൻ. 4 canines adjacent to incisors on both sides, 2 in the upper and 2 in the lower jaws. ആകെ നമുക്ക് 4 കനൈനുകളാണ് ഉള്ളത്. നമ്മുടെ ഇൻസിസേഴ്സിൻ്റെ അപ്പുറവും ഇപ്പുറവും ആയിട്ടാണ് ഈ പല്ലുകൾ ഇരിക്കുന്നത്. നമ്മൾ പറഞ്ഞല്ലോ നമുക്ക് മുകളിൽ 4 ഇൻസിസർ ഉണ്ട്, താഴെ 4 ഇൻസിസർ ഉണ്ട്. ഇതിൻ്റെ അപ്പുറവും ഇപ്പുറമായിട്ട്, അപ്പോൾ മുകളിലും 2 താഴെയും 2 അങ്ങനെ 4 കനൈനുകളാണ് ഉള്ളത്. കനൈൻസ് എന്തിനു വേണ്ടിയിട്ടാണത് ഉള്ളത്? ടു ടിയർ ആൻഡ് കട്ട് ഫുഡ്. ഭക്ഷണത്തെ കടിച്ചു കീറാനും മുറിക്കാനുമാണ് ഇത് ഉപയോഗിക്കുന്നത്. അടുത്തതാണ് പ്രീമോളാർ. 8 പ്രീമോളാർസ് അഡ്ജസൻറ്റ് ടു കനൈൻസ്, 2 ഓൺ ബോത്ത് സൈഡ്സ് ഇൻ ദ അപ്പർ ആൻഡ് ലോവർ ജോസ്. ആകെ 8 പ്രീമോളാറുകളാണ് നമുക്കുള്ളത്. കനൈൻസിൻ്റെ പുറകിലായിട്ടാണ് പ്രീമോളാറുകൾ ഉള്ളത്. 2 വീതമാണ് ഇരിക്കുന്നത്. ഒരു കനൈൻ്റെ പുറകിൽ 2, അപ്പുറത്തെ സൈഡിൽ കനൈൻ്റെ പുറകിൽ 2. അങ്ങനെ മുകളിലത്തെ മോണയിൽ 4 താഴത്തെ മോണയിൽ 4. അങ്ങനെ മൊത്തത്തിൽ 8 പ്രീമോളാറുകളുണ്ട്. പ്രീമോളാറുകൾ എന്തിനു വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്? ടു ച്യൂ ആൻഡ് ഗ്രൈൻഡ് ഫുഡ്. ഭക്ഷണം ചവച്ച് അരയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. അടുത്തതാണ് മോളാർ. 12 molar teeth near the premolars on both sides at the back, 6 in the upper jaw and 6 in the lower jaw. ആകെ നമുക്ക് 12 മോളാർ ടീത്തുകളാണ് ഉള്ളത്. പ്രീമോളാറിൻ്റെ പുറകിലായിട്ടാണ് ഇതിരിക്കുന്നത്.
6 മുകളിലത്തെ മോണയിലും 6 താഴത്തെ മോണയിലുമാണുള്ളത്. അപ്പോൾ ഒരു വശത്ത് 3 വീതം. ടു ച്യൂ ആൻഡ് ഗ്രൈൻഡ് ഫുഡ്, ഇതെന്തിനു വേണ്ടിയിട്ടാണ്? ഭക്ഷണം ചവയ്ക്കാനും അരയ്ക്കാനും വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. ഈ ഒരു ടേബിൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓരോ പല്ലുകളും അവയുടെ യൂസസും കൃത്യമായി പഠിച്ചു വെച്ചിരിക്കണം. അതുപോലെ അവയുടെ എണ്ണവും നമ്മൾ അറിഞ്ഞിരിക്കണം. ദ ജനറിക് നെയിം ഫോർ മോളാർസ് ആൻഡ് പ്രീമോളാർസ് ഈസ് മോളാർസ്. അപ്പോൾ ഈ മോളാർസിനെയും പ്രീമോളാർസിനെയും ചേർത്ത് നമ്മൾ മോളാർ എന്ന് തന്നെയാണ് വിളിക്കാറുള്ളത്. ഹൗ മെനി ടീത്ത് ഡസ് ആൻ അഡൽട്ട് ഹാവ്? അങ്ങനെയാണെങ്കിൽ ഒരു അഡൽട്ടിന് എത്ര പല്ലുകൾ ഉണ്ടായിരിക്കും? എക്സാമിൻ ദ ടേബിൾ ആൻഡ് റൈറ്റ് ദ യൂസ് ആൻഡ് നമ്പർ ഓഫ് ഈച്ച് ടൈപ്പ് ഓഫ് ടൂത്ത് ഇൻ ദ സയൻസ് ഡയറി. അപ്പോൾ ഈ ടേബിൾ നോക്കിയിട്ട് എന്ത് ചെയ്യുക? ഓരോ പല്ലിൻ്റെ പേരും അവയുടെ യൂസും നമ്പറും ഒക്കെ എന്ത് ചെയ്യുക? നിങ്ങളുടെ സയൻസ് ഡയറിയിൽ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും സയൻസ് ഡയറിയിൽ എഴുതി അത് കൃത്യമായി പഠിക്കണം. ഇതിൽ നിന്ന് നമുക്ക് ചോദ്യം പ്രതീക്ഷിക്കാവുന്നതാണ്. ഒബ്സർവ് ദ പിക്ചർ ബിലോ. താഴെ തന്നിരിക്കുന്ന ചിത്രം നിരീക്ഷിക്കൂ. ഫൈൻഡ് ഔട്ട് ദ ഡിസ്റ്റിങ്റ്റീവ് ഫീച്ചേഴ്സ് ഓഫ് ടീത്ത് ഇൻ കാർണിവോറസ് ആൻഡ് ഹെർബിവോറസ് ആനിമൽസ് ആൻഡ് അണ്ടർസ്റ്റാൻഡ് ഹൗ ക്ലോസ്ലി ദ ഷേപ്പ് ഓഫ് ദ ടീത്ത് ഈസ് റിലേറ്റഡ് ടു ദെയർ ഫുഡ് ഹാബിറ്റ്. അപ്പോൾ ഇവിടെ ഈ കാർണിവോറസ് അനിമൽസിൻ്റെയും ഹെർബിവോറസ് അനിമൽസിൻ്റെയും പല്ലുകളുടെ പ്രത്യേകതകൾ മനസ്സിലാക്കുക. അതുപോലെ ഇവരുടെ പല്ലുകളുടെ ഷേപ്പ് എങ്ങനെ ഇവരുടെ ഫുഡ് ഹാബിറ്റ്സുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് മനസ്സിലാക്കുക. The canines of carnivores are much developed and it help in biting and tearing meat. അപ്പോൾ നമ്മളുടെ കാർണിവോർസിലെ, അതായത് മാംസഭോജികളായിട്ടുള്ള ജീവികളിലെ കനൈൻസ് എന്ന് പറയുന്നത് വളരെയധികം ഡെവലപ്ഡ് ആയിട്ടുള്ള ഒരു രീതിയിലാണ് ഇരിക്കുന്നത് അല്ലേ? വളരെ നീളം കൂടിയ പല്ലുകളല്ലേ നോക്കി. അപ്പോൾ അതെന്തിനു വേണ്ടി സഹായിക്കുന്നുണ്ട്? കടിച്ചു മുറിക്കാനും വലിച്ചു കീറാനും ഒക്കെ. മീറ്റിനെ കടിച്ചു മുറിക്കാനും വലിച്ചു കീറാനും ഒക്കെ അത് സഹായിക്കുന്നു. ഇൻസിസേഴ്സ് ഇൻ ഹെർബിവോർസ് ഹെൽപ്പ് ടു ബൈറ്റ് ആൻഡ് ടിയർ ദ ഫുഡ് ആൻഡ് പ്രീമോളാർസ് ആൻഡ് മോളാർസ് ടു മാസ്റ്റിക്കേറ്റ് ദ ഫുഡ്. അതേപോലെ ഹെർബിവോർസിൽ എങ്ങനെയാണ്? ഇൻസിസേഴ്സും മോളാർസും പ്രീമോളാർസും ആണ് ഉള്ളത്. ഇൻസിസേഴ്സ് എന്തിനു വേണ്ടി സഹായിക്കുന്നു? അവരെ ഇലകളൊക്കെ കടിച്ചു മുറിക്കാനും വലിച്ചു കീറാനും ഒക്കെ സഹായിക്കുന്നു. അതുപോലെ മോളാർസും പ്രീമോളാർസും അവരെ അത് നന്നായിട്ട് ചവച്ചരയ്ക്കാൻ വേണ്ടി സഹായിക്കുന്നു. ടൂത്ത് ഡീക്കേ. ടീത്ത് പ്ലേ എ മേജർ റോൾ ഇൻ മാസ്റ്റിക്കേറ്റിംഗ് ഫുഡ്. ഭക്ഷണം ചവച്ചരയ്ക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്നത് പല്ലുകളാണ്. ഹെൻസ് ദേ ഷുഡ് ബി പ്രൊട്ടക്റ്റഡ് വിത്ത് കെയർ. അതുകൊണ്ട് തന്നെ പല്ലുകൾ നല്ലതായിട്ട് സംരക്ഷിക്കേണ്ടതായിട്ടുണ്ട്. ബട്ട് ഇൻ മെനി പീപ്പിൾ ടൂത്ത് അണ്ടർഗോസ് ഡീക്കേ. പക്ഷേ ഒരുപാട് ആളുകളിൽ പല്ല് കേടായി പോകാറുണ്ട്. എക്സാമിൻ ദ പിക്ചർ. ഈ ചിത്രം നോക്കുക. ഡാമേജ്ഡ് ടീത്തിൻ്റെ ചിത്രമാണ് ഇവിടെ തന്നിരിക്കുന്നത്. ലെറ്റ്സ് ഡു ആൻ എക്സ്പെരിമെൻറ്റ് ടു ഫൈൻഡ് ഔട്ട് ഹൗ ടൂത്ത് ഡീക്കേസ്. പല്ല് എങ്ങനെയാണ് കേടാകുന്നത് എന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടി നമുക്കൊരു പരീക്ഷണം ചെയ്യാം. മാർബിൾ ഈസ് എ ഹാർഡ് മെറ്റീരിയൽ മെയ്ഡ് ഓഫ് കാൽസ്യം കോമ്പൗണ്ട്. കാൽസ്യം കൊണ്ടുണ്ടാക്കിയ ഒരു വളരെ കട്ടിയേറിയ മെറ്റീരിയലാണ് മാർബിൾ എന്ന് പറയുന്നത്. ടേക്ക് എ സ്മോൾ പീസ് ഓഫ് മാർബിൾ ആൻഡ് ഒബ്സർവ് യൂസിങ് എ ഹാൻഡ് ലെൻസ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? ഒരു ചെറിയ കഷ്ണം മാർബിൾ എടുത്തിട്ട് ഒരു ഹാൻഡ് ലെൻസ് കൊണ്ട് അതിനെ നിരീക്ഷിക്കുക. പുട്ട് ഇറ്റ് ഇൻ ഡൈല്യൂട്ട് ഹൈഡ്രോക്ലോറിക് ആസിഡ്. എന്നിട്ട് അതിനെ എന്ത് ചെയ്യുക? ഡൈല്യൂട്ട് ചെയ്ത ഹൈഡ്രോക്ലോറിക് ആസിഡിലേക്ക് ഈ മാർബിളിനെ ഇടുക. ആഫ്റ്റർ സം ടൈം ടേക്ക് ഇറ്റ് ഔട്ട് ആൻഡ് അഗെയിൻ ഒബ്സർവ് യൂസിങ് ദ ഹാർഡ് ലെൻസ്. കുറച്ച് നേരത്തിന് ശേഷം വീണ്ടും ഈ മാർബിൾ എടുത്തിട്ട് നമ്മുടെ ആ പഴയ ഹാൻഡ് ലെൻസ് വെച്ചിട്ട് നമ്മൾ വീണ്ടും അതിനെ നിരീക്ഷിക്കണം. വാട്ട് ചേഞ്ചസ് ഡു യു ഒബ്സർവ് ഇൻ ദ മാർബിൾ പീസ്? എന്തൊക്കെ മാറ്റങ്ങളാണ് ആ മാർബിൾ പീസിൽ കാണാൻ കഴിയുന്നത്? ഇറ്റ് ഈസ് സീൻ ദാറ്റ് ദ മാർബിൾ ഹാസ് സ്റ്റാർട്ടഡ് ടു കൊറോഡ്. അപ്പോൾ നമുക്ക് എന്ത് മനസ്സിലാവും? ആ മാർബിൾ പൊടിഞ്ഞു പോകാനായിട്ട് തുടങ്ങിയതായിട്ട് നമുക്ക് മനസ്സിലാവും. ദ റീസൺ ഈസ് ദാറ്റ് ആസിഡ് ഹാസ് റിയാക്റ്റഡ് വിത്ത് കാൽസ്യം കോമ്പൗണ്ട് ഇൻ മാർബിൾ. ഇതിൻ്റെ കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഈ ഒരു ആസിഡ് ഒഴിച്ചല്ലോ, ഹൈഡ്രോക്ലോറിക് ആസിഡ്. ഈ ആസിഡ് ഈ മാർബിളിലെ കാൽസ്യം കോമ്പൗണ്ടുമായിട്ട് പ്രവർത്തിച്ചത് കൊണ്ടാണ് മാർബിൾ നശിക്കാനായി തുടങ്ങിയത്. സിമിലർലി ടൂത്ത് ഇനാമൽ ഈസ് ഓൾസോ എ കാൽസ്യം കോമ്പൗണ്ട്. അപ്പോൾ ഇതേപോലെ തന്നെ നമ്മുടെ പല്ലിൻ്റെ ഇനാമൽ എന്ന് പറയുന്നതും ഒരു കാൽസ്യം കോമ്പൗണ്ട് ആണ്. ഇറ്റ് റിയാക്ട്സ് വിത്ത് ആസിഡ് ആൻഡ് ഗെറ്റ്സ് ഡാമേജ്ഡ് ഗ്രാജുവലി. അപ്പോൾ ഈ ഇനാമൽ കാൽസ്യം കോമ്പൗണ്ട് ആയതുകൊണ്ട് തന്നെ ഈ കാൽസ്യം എന്ത് ചെയ്യും? നമ്മൾ കഴിക്കുന്ന ഫുഡിലേക്ക് ആസിഡ് സബ്സ്റ്റൻസ് കാണുമല്ലോ, ഇതുമായിട്ട് പ്രവർത്തിക്കുകയും പതിയെ പതിയെ നശിക്കാനായിട്ട് തുടങ്ങുകയും ചെയ്യും. ലെറ്റ്സ് ലിസൺ ടു എ കോൺവെർസേഷൻ ബിറ്റ്വീൻ എ ചൈൽഡ് ആൻഡ് ഹർ ഡെൻറ്റിസ്റ്റ്. അപ്പോൾ ഇവിടെ ഒരു കുട്ടിയും ഒരു ഡെൻറ്റിസ്റ്റ് എന്ന് പറഞ്ഞാൽ ആരാണ്? പല്ലുമായിട്ട് ബന്ധപ്പെട്ട ഡോക്ടറിനെയാണ് ഡെൻറ്റിസ്റ്റ് എന്ന് പറയുന്നത്. രണ്ടുപേരും തമ്മിലുള്ള സംഭാഷണമാണ് ഇവിടെ തന്നിരിക്കുന്നത്. ഡോക്ടർ, മൈ സിസ്റ്റർ ഹാസ് ഡെൻ്റൽ കാരീസ്. വാട്ട് ഈസ് ദ റീസൺ ഫോർ ദിസ്? അപ്പോൾ ഡോക്ടർ, എൻ്റെ സിസ്റ്ററിന് എന്തുകൊണ്ട്? പല്ല് കേടുണ്ട്. അപ്പോൾ ഇതിൻ്റെ കാരണം എന്തായിരിക്കും? ഇഫ് യു ഡോണ്ട് ക്ലീൻ ദ മൗത്ത് പ്രോപ്പർലി ആഫ്റ്റർ ഹാവിങ് ഫുഡ്, ബാക്ടീരിയ വിൽ ഫീഡ് ഓൺ ദ ഫുഡ് പാർട്ടിക്കിൾ സ്ട്രക്ക് ബിറ്റ്വീൻ ദ ടീത്ത്. അപ്പോൾ ഡോക്ടർ എന്താ പറയുന്നത്? നിങ്ങൾ ഭക്ഷണം കഴിച്ചിട്ട് നല്ല രീതിയിൽ നിങ്ങൾ പല്ല് വൃത്തിയാക്കിയില്ലെങ്കിൽ ഈ പല്ലിൻ്റെ ഇടയ്ക്ക് എന്ത് ചെയ്യുന്നുണ്ടായിരിക്കും? ഭക്ഷണം കയറിയിരിക്കുന്നുണ്ടായിരിക്കും, ഭക്ഷണത്തിൻ്റെ കണികകൾ ഇരിക്കുന്നുണ്ടായിരിക്കും. ഇത് കഴിക്കാൻ വേണ്ടിയിട്ട് ബാക്ടീരിയ വരും. ദിസ് വിൽ റിസൾട്ട് ഇൻ ലാക്റ്റിക് ആസിഡ് പ്രൊഡക്ഷൻ. അപ്പോൾ ഈ ബാക്ടീരിയ വരുമ്പോൾ അവിടെ എന്തോ ഉണ്ടാകും?
ലാക്റ്റിക് ആസിഡ് പ്രൊഡ്യൂസ്ഡ് ആവും. ദിസ് ഈസ് വാട്ട് ഡാമേജ് ദ ടീത്ത്. ഈ ലാക്റ്റിക് ആസിഡാണ് നമ്മുടെ പല്ലുകളെ ഇല്ലാതെയാക്കുന്നത്. ലാക്റ്റിക് ആസിഡ് ഈസ് എ വെരി വീക്ക് ആസിഡ്. ഹൗ ഡസ് ഇറ്റ് കോസ് ടൂത്ത് ഡീക്കേ? അപ്പോൾ വീണ്ടും കുട്ടി ചോദിക്കുകയാണ്, ലാക്റ്റിക് ആസിഡ് എന്ന് പറയുന്നത് എന്താണ്? വളരെ വീക്ക് ആയിട്ടുള്ള ഒരു ആസിഡാണ് അല്ലേ? ലാക്റ്റിക് ആസിഡ് വീണാൽ നമുക്ക് പൊള്ളത്തൊന്നും ഇല്ലല്ലോ അല്ലേ? അപ്പോൾ വളരെ വീക്ക് ആയിട്ടുള്ള ആസിഡാണ്. പിന്നെ എന്തുകൊണ്ടാണ് പല്ല് നശിച്ചു പോകുന്നത് എന്ന് ചോദിക്കുന്നു. യു നോ മാർബിൾ പീസ് സ്റ്റാർട്ടഡ് ടു കൊറോഡ് വെൻ ഇറ്റ് റീച്ചഡ് വിത്ത് ഹൈഡ്രോക്ലോറിക് ആസിഡ്. ലൈക്ക് വൈസ് ഇനാമൽ വിച്ച് ഈസ് എ കാൽസ്യം കോമ്പൗണ്ട് റിയാക്ട് വിത്ത് ലാക്റ്റിക് ആസിഡ് ആൻഡ് കോസ് ടൂത്ത് ഡീക്കേ ഇൻ ദ ലോങ് റൺ. അപ്പോൾ ഡോക്ടർ എന്താ പറയുന്നത്? നമ്മൾ ആ മാർബിളിൻ്റെ പരീക്ഷണം നടത്തിയപ്പോൾ കണ്ടില്ലേ, മാർബിൾ പീസ് ഹൈഡ്രോക്ലോറിക് ആസിഡുമായിട്ട് ചേർന്നപ്പോൾ എന്തോ സംഭവിച്ചു, അത് നശിക്കാൻ തുടങ്ങി അല്ലേ? അപ്പോൾ ഇതേപോലെ ഇനാമലും എന്താണ്? ഒരു കാൽസ്യം കോമ്പൗണ്ട് ആണ്. അതുകൊണ്ട് തന്നെ ഇത് കുറേ നാളിങ്ങനെ നമ്മുടെ നമ്മൾ കറക്റ്റായിട്ട് വൃത്തിയാക്കാണ്ടിരിക്കുമ്പോഴത്തേക്കും ഇങ്ങനെ സ്ഥിരമായി ലാക്റ്റിക് ആസിഡ് അവിടെ പ്രൊഡ്യൂസ്ഡ് ആകുമ്പോഴത്തേക്ക് എന്ത് ചെയ്യും? ഈ കാൽസ്യം കോമ്പൗണ്ട്, ഇനാമലിലെ കാൽസ്യം കോമ്പൗണ്ട് ഈ ലാക്റ്റിക് ആസിഡുമായി ചേർന്ന് പ്രവർത്തിച്ച് പല്ലെന്ത് ചെയ്യും? നശിച്ചു പോകും. ഐ ക്ലീൻ മൈ ടീത്ത് thoroughly അറ്റ് നൈറ്റ്. ഞാൻ രാത്രിയിൽ എന്ത് ചെയ്യാറുണ്ട്? എൻ്റെ പല്ല് വളരെ നന്നായിട്ട് വൃത്തിയാക്കാറുണ്ട്. ബട്ട് സംടൈംസ് ആഫ്റ്റർ ഈറ്റിംഗ് സ്വീറ്റ്സ് ഐ സ്കിപ്പ് ഇറ്റ്. പക്ഷേ ചിലപ്പോൾ എന്താണ്, ഞാൻ ഈ പല്ല് തേച്ചതിന് ശേഷം വീണ്ടും സ്വീറ്റ്സ് ഒക്കെ കഴിക്കാറുണ്ട്. അപ്പോഴും ഞാൻ എന്ത് ചെയ്യും? പിന്നെ ഞാൻ പല്ല് തേക്കത്തില്ല. ഈസ് ദെയർ എനിത്തിങ് റോങ് ഇൻ ഇറ്റ് ഡോക്ടർ? അപ്പോൾ അതിനെന്തെങ്കിലും തെറ്റുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ കുട്ടി എന്താ പറയുന്നത്? കുട്ടി രാത്രിയിൽ പല്ല് നന്നായിട്ട് ക്ലീൻ ചെയ്യും. ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ട് ചിലപ്പോൾ എന്ത് കഴിക്കാറുണ്ട്? സ്വീറ്റ്സ് ഒക്കെ കഴിക്കാറുണ്ട്. അങ്ങനെ കഴിച്ചാൽ പിന്നെ എന്ത് ചെയ്യത്തില്ല? വീണ്ടും പല്ലൊന്നും തേക്കാൻ നിൽക്കാറില്ല. അപ്പോൾ അതിലെന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. നോ മാറ്റർ വാട്ട് ഫുഡ് യു ഈറ്റ് യു ഷുഡ് ക്ലീൻ യുവർ മൗത്ത് വെൽ എക്സ്പെഷ്യലി ആഫ്റ്റർ കൺസ്യൂമിങ് സ്വീറ്റ്. അപ്പോൾ എന്താണ്, നിങ്ങൾ എന്ത് തരത്തിലുള്ള ഫുഡ് കഴിച്ചാലും കുഴപ്പമില്ല, പക്ഷേ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ സ്വീറ്റ് കഴിച്ചതിന് ശേഷം വൃത്തിയായിട്ട് പല്ല് വൃത്തിയാക്കണം. അതർവൈസ് ഇറ്റ് വിൽ ആക്സിലറേറ്റ് ദ ബാക്ടീരിയൽ ആക്ഷൻ. അല്ലെങ്കിൽ അത് എന്തിന് കാരണമാകും? ബാക്ടീരിയയുടെ പ്രവർത്തനം ത്വരിതപ്പെടുത്തുന്നതിന് കാരണമാകും. ബ്രഷ് യുവർ ടീത്ത് ഇൻ ദ മോർണിംഗ് ബിഫോർ ബ്രേക്ക്ഫാസ്റ്റ് ആൻഡ് അറ്റ് നൈറ്റ് ആഫ്റ്റർ ഡിന്നർ. രാവിലെ നിങ്ങൾ പ്രഭാത ഭക്ഷണം കഴിക്കുന്നതിന് മുൻപും രാത്രിയിൽ നിങ്ങൾ ഡിന്നർ കഴിച്ചതിന് ശേഷവും നിങ്ങളുടെ പല്ല് വൃത്തിയാക്കണം. ഓൾവേസ് ക്ലീൻ യുവർ മൗത്ത് വെൻ എവർ യു ഈറ്റ് സംതിങ്. നിങ്ങൾ എന്തെങ്കിലും കഴിച്ചു കഴിഞ്ഞാൽ ഉടനെ തന്നെ നിങ്ങളുടെ നിങ്ങൾ കൃത്യമായിട്ട് വൃത്തിയാക്കണമെന്നാണ് ഡോക്ടർ പറയുന്നത്. അപ്പോൾ പല്ലെങ്ങനെ സൂക്ഷിക്കണമെന്ന് മനസ്സിലായില്ലേ? ഇനി നമുക്ക് ഇതുവരെ പഠിച്ച കാര്യങ്ങളുടെ നോട്ടൊന്ന് വളരെ ചുരുക്കത്തിൽ നോക്കാം. വാട്ട് ഈസ് ന്യൂട്രീഷൻ? എന്താണ് ന്യൂട്രീഷൻ? ന്യൂട്രീഷൻ ഈസ് ദ പ്രോസസ് ബൈ വിച്ച് ഓർഗാനിസംസ് ഒബ്റ്റെയിൻ ആൻഡ് യൂട്ടിലൈസ് ഫുഡ്. ന്യൂട്രീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ജീവികൾ അവരുടെ ഭക്ഷണം കഴിക്കുകയും ആ ഭക്ഷണത്തെ ഉപയോഗിക്കുകയും ചെയ്യുന്നതിനെയാണ് ന്യൂട്രീഷൻ എന്ന് പറയുന്നത്. എവരി ഓർഗാനിസംസ് ഒബ്റ്റെയിൻ ദ എനർജി നെസസറി ഫോർ ഇറ്റ്സ് വൈറ്റൽ ആക്ടിവിറ്റീസ് ഫ്രം ദെയർ ഫുഡ്. എല്ലാ ജീവികളും അവരുടെ ശാരീരിക പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ ഊർജ്ജത്തിന് വേണ്ടി ഭക്ഷണത്തെയാണ് ആശ്രയിക്കുന്നത്. ഭക്ഷണത്തിൽ നിന്നാണ് അവർ ആ ഊർജ്ജം കണ്ടെത്തുന്നത്. അടുത്തത് ടീത്ത്. ടീത്ത് ആർ യൂസ്ഡ് ടു മാസ്റ്റിക്കേറ്റ് ഫുഡ്. ഭക്ഷണം ചവച്ചരയ്ക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പല്ല് ഉപയോഗിക്കുന്നത്. ദ സ്ട്രക്ചർ ആൻഡ് അറേഞ്ച്മെൻറ്റ് ഓഫ് ടീത്ത് ഈസ് സ്യൂട്ടബിൾ ഫോർ ബൈറ്റിംഗ്, ച്യൂയിങ് ആൻഡ് ഗ്രൈൻഡിങ് ഫുഡ്. അപ്പം ഭക്ഷണം കടിച്ചു മുറിക്കുന്നതിനും ചവയ്ക്കുന്നതിനും അരയ്ക്കുന്നതിനും ഒക്കെ പറ്റുന്ന രീതിയിലാണ് പല്ലിൻ്റെ രൂപവും അതുപോലെ തന്നെ അതിൻ്റെ അറേഞ്ച്മെൻറ്റും. അവിടെ 2-3 പോയിന്റ് കൂടെ നമ്മൾ നോക്കണം. ഇനാമൽ ഈസ് ദ ഔട്ടർ മോസ്റ്റ് ലെയർ ഓഫ് ദ ടൂത്ത്. ടൂത്തിൻ്റെ ഏറ്റവും പുറമേയുള്ള പാളി ഏതാണ്? ഇനാമലാണ്. ഇനാമൽ ഈസ് ദ ഹാർഡസ്റ്റ് സബ്സ്റ്റൻസ് ഇൻ ഹ്യൂമൻ ബോഡി. അതുപോലെ മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കട്ടിയേറിയ പദാർത്ഥവും ഇനാമലാണ്. വാട്ട് ഈസ് മിൽക്ക് ടീത്ത്? ഇൻ ഇൻഫൻസ് ടീത്ത് ഡെവലപ്മെൻറ്റ് സ്റ്റാർട്ട് അറൗണ്ട് ദ ഏജ് ഓഫ് 6 months. കുട്ടികളിൽ എന്ത് ചെയ്യുന്നു? 6 മാസം പ്രായമാകുമ്പോൾ തന്നെ അവർക്ക് പല്ലുകൾ വരാനായിട്ട് തുടങ്ങും. ദീസ് ടീത്ത് ആർ നോൺ ആസ് മിൽക്ക് ടീത്ത്. ഈ പല്ലുകളെയാണ് നമ്മൾ മിൽക്ക് ടീത്ത് എന്ന് വിളിക്കുന്നത്. 10 മിൽക്ക് ടീത്ത് ഈച്ച് ഡെവലപ്പ് അറ്റ് ദ അപ്പർ ആൻഡ് ലോവർ ജോസ് ഇൻ ടോട്ടൽ 20. മുകളിലും 10 താഴെയും 10, അങ്ങനെ മൊത്തത്തിൽ 20 പല്ലുകളാണ് മിൽക്ക് ടീത്തായിട്ടുണ്ടാകുന്നത്. വാട്ട് ഈസ് പെർമനൻറ്റ് ടീത്ത്? എന്താണ് പെർമനൻറ്റ് ടീത്ത്? പെർമനൻറ്റ് ടീത്ത് ആർ ദോസ് ദാറ്റ് റീപ്ലേസ് മിൽക്ക് ടീത്ത് വെൻ ദേ ഫാൾ ഓഫ്. അപ്പോൾ മിൽക്ക് ടീത്ത് പൊഴിഞ്ഞു പോകുമ്പോൾ അതിന് പകരം വരുന്ന ടീത്തുകളാണ് പെർമനൻറ്റ് ടീത്ത് എന്ന് പറയുന്നത്. ഇഫ് പെർമനൻറ്റ് ടീത്ത് ആർ ബ്രേക്ക് ഓർ ഫാൾ ഓഫ്, ന്യൂ ടീത്ത് വിൽ നോട്ട് ഗ്രോ ഇൻ ഇറ്റ്സ് പ്ലേസ്. അപ്പോൾ പെർമനൻറ്റ് ടീത്ത് പൊഴിഞ്ഞു പോവുകയോ പൊട്ടിപ്പോവുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ അതിന് പകരം ഒന്നുണ്ടാകത്തില്ല, പല്ലുകൾ നമുക്കുണ്ടാകത്തില്ല. ഓക്കെ, അപ്പോൾ ഈ മിൽക്ക് ടീത്തും പെർമനൻറ്റ് ടീത്തും തമ്മിലുള്ള വ്യത്യാസം നമ്മൾ മനസ്സിലാക്കി വെച്ചേക്കണം. അറ്റ് ദ ഏജ് ഓഫ് 6 months നമുക്ക് മിൽക്ക് ടീത്ത് വരുന്നത്. മിൽക്ക് ടീത്ത് പോയതിന് ശേഷമാണ് പെർമനൻറ്റ് ടീത്ത് ഉണ്ടാവുക. മിൽക്ക് ടീത്ത് എന്ന് പറയുന്നത് ആകെ 20 എണ്ണമാണുള്ളത്. പെർമനൻറ്റ് ടീത്ത് നമുക്ക് 32 എണ്ണമാണ് ഉണ്ടാവുക. അതുപോലെ തന്നെ മിൽക്ക് ടീത്ത് പൊഴിഞ്ഞു പോയി കഴിഞ്ഞാൽ നമുക്ക് പെർമനൻറ്റ് ടീത്ത് വരും. പെർമനൻറ്റ് ടീത്ത് പൊഴിഞ്ഞു പോയി കഴിഞ്ഞാൽ നമുക്ക് പിന്നീട് പല്ല് വരില്ല. ആ കാര്യങ്ങൾ ഓർത്ത് വെച്ചേക്കണം. ഇനി ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ടീത്ത്. നമ്മളുടെ പല്ലുകളെ എങ്ങനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നു എന്നാണ് നോക്കുന്നത്. എന്തൊക്കെയാണ്? കനൈൻ, ഇൻസിസേഴ്സ്, പ്രീമോളാർസ്, മോളാർസ്, ഇങ്ങനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. പിന്നെ ടെക്സ്റ്റിലുള്ള ടേബിൾ ഉണ്ടല്ലോ, ഓരോ ടീത്തിൻ്റെയും പ്രത്യേകതയും എണ്ണവും യൂസും പറയുന്നത്. അപ്പോൾ അത് നിങ്ങൾ കൃത്യമായി പഠിക്കണം.
അടുത്തത് കാർണിവോർസ്. ദ അനിമൽസ് വിച്ച് ഈറ്റ് മീറ്റ് ഓർ അതർ അനിമൽസ് ഫോർ ദെയർ ന്യൂട്രീഷൻ. ജീവികൾ അല്ലെങ്കിൽ മൃഗങ്ങൾ എന്ത് ചെയ്യുന്നു? അവരുടെ ന്യൂട്രീഷന് വേണ്ടിയിട്ട് മറ്റ് മൃഗങ്ങളെയോ മാംസത്തെയോ കഴിക്കുന്നു. സോ ദേ ഹാവ് ഡെവലപ്ഡ് കനൈൻസ് ഫോർ ബൈറ്റിംഗ് ആൻഡ് ടിയറിംഗ് മീറ്റ്. അതുകൊണ്ട് തന്നെ ഇവർക്ക് എന്താണ്? അവർക്ക് കനൈൻസ് ആയിരിക്കും ഉണ്ടാവുക. എക്സാമ്പിൾ ലയൺ, ടൈഗർ. ഇനി അടുത്തത് ഹെർബിവോറസ്. ദ ആനിമൽ വിച്ച് ഈറ്റ് വെജിറ്റേറിയൻ ഫുഡ് ഓൺലി ഫോർ ദെയർ ന്യൂട്രീഷൻ. അവരുടെ ന്യൂട്രീഷന് വേണ്ടിയിട്ട് വെജിറ്റേറിയൻ ഫുഡ് മാത്രം കഴിക്കുന്ന ജീവികളെയാണ് ഹെർബിവോർസ് എന്ന് പറയുന്നത്. സോ ദേ ഹാവ് മോളാർസ്, പ്രീമോളാർസ് ആൻഡ് ഇൻസിസേഴ്സ് ഫോർ ബൈറ്റ്, ടിയർ ആൻഡ് മാസ്റ്റിക്കേറ്റ് ദ ഫുഡ്. അതുകൊണ്ട് ഇവർക്ക് എന്തുണ്ടാവില്ല? കനൈൻസ് ഉണ്ടാവത്തില്ല. പകരം മോളാറും പ്രീമോളാറും ഇൻസിസേഴ്സും ആയിരിക്കും ഉണ്ടാവുക. എക്സാമ്പിൾ കൗ, ഗോട്ട്. അടുത്തത് ടൂത്ത് ഡീകേ. ദ ഇനാമൽ ഓഫ് ദ ടൂത്ത് റിയാക്ട് വിത്ത് ആസിഡ് ആൻഡ് ബിക്കം ഡാമേജ്ഡ്. നമ്മുടെ പല്ലിൻ്റെ ഇനാമൽ എന്തുമായിട്ട്? ആസിഡുമായിട്ട് പ്രവർത്തിച്ച് ചീത്തയാവുന്നു. ദിസ് ഈസ് നോൺ ആസ് ടൂത്ത് ഡീകേ. ഇതിനെയാണ് എന്തെന്ന് പറയുന്നത്? ടൂത്ത് ഡീകേ എന്ന് പറയുന്നത്. ടു പ്രൊട്ടക്ട് ടൂത്ത്. നമ്മൾ പല്ല് സംരക്ഷിക്കാൻ വേണ്ടി എന്തൊക്കെ ചെയ്യാം? ബ്രഷ് ട്വൈസ് ഡെയിലി. എല്ലാ ദിവസവും 2 നേരം പല്ല് തേക്കാം. അവോയ്ഡ് ഷുഗറി ഡ്രിങ്ക്സ് ആൻഡ് ഫുഡ്. ഒരുപാട് പഞ്ചസാരയുടെ അളവുള്ള ഡ്രിങ്ക്സും ഫുഡ്സും നമുക്ക് ഒഴിവാക്കാം. ലിമിറ്റ് അസിഡിക് ഫുഡ്സ് ആൻഡ് ഡ്രിങ്ക്സ്. അതുപോലെ ആസിഡ് കണ്ടന്റ് ഉള്ള ഫുഡും ഡ്രിങ്ക്സും നമുക്ക് പരമാവധി കുറയ്ക്കാം. അടുത്തതായിട്ട് ടങ്. യു ഹാവ് ഓൾറെഡി ലേൺഡ് ഇൻ യുവർ പ്രീവിയസ് ക്ലാസ്സസ് ദാറ്റ് ദ ടേസ്റ്റ് ബഡ്സ് ഓൺ ദ ടങ് ഹെൽപ്പ് us ടു സെൻസ് ടേസ്റ്റ്. അപ്പോൾ നമ്മൾ പഴയ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ട്, നമ്മുടെ ടങ്ങിലുള്ള ടേസ്റ്റ് ബഡ്സ് ആണ് നമ്മളെ എന്തിനു സഹായിക്കുന്നത്? ടേസ്റ്റ് മനസ്സിലാക്കാനായിട്ട് സഹായിക്കുന്നത്. വാട്ട് ആർ ദ അതർ ഫങ്ഷൻസ് ഓഫ് ദ ടങ്? നാക്കിൻ്റെ മറ്റ് ഫങ്ഷൻസ് എന്തെല്ലാമാണ്? ഹെൽപ്സ് ഇൻ സ്വാളോയിങ്. നമ്മളെ ഭക്ഷണം വിഴുങ്ങാൻ വേണ്ടി സഹായിക്കുന്നത് നാക്കാണ്. ടങ് ഹെൽപ്സ് ടു മൂവ് ഫുഡ് ഇൻസൈഡ് ദ മൗത്ത് സോ ദാറ്റ് ടീത്ത് ക്യാൻ chew it. അതുപോലെ തന്നെ നാക്ക് എന്തിനു സഹായിക്കുന്നു? ഭക്ഷണത്തെ വായ്ക്കകത്തേക്ക് കൊണ്ടുപോകാൻ സഹായിക്കുന്നു. അതുകൊണ്ടാണ് പല്ലിന് ഭക്ഷണത്തെ അരയ്ക്കാൻ പറ്റുന്നത്. there is saliva in the mouth. അതുപോലെ തന്നെ വായിൽ എന്തുണ്ട്? സലൈവ ഉണ്ട്, ഉമിനീരുണ്ട്. സലൈവ ഓൾസോ പ്ലേസ് ആൻ ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ ദ ഡൈജസ്റ്റീവ് പ്രോസസ്. ദഹന പ്രക്രിയയിൽ ഉമിനീരും ഒരു പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നുണ്ട്. ഒബ്സർവ് ദ പിക്ചർ ആൻഡ് ഐഡൻറ്റിഫൈ ഫ്രം വെയർ ഇറ്റ് ഈസ് പ്രൊഡ്യൂസ്ഡ്. അപ്പോൾ നിങ്ങൾ ഈ ചിത്രം നോക്കിയിട്ട് എവിടെ നിന്നാണ് ഉമിനീർ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് എന്ന് നോക്കുക. ഇവിടെ ചിത്രത്തിൽ നമുക്ക് നമ്മുടെ വായുടെ ഉള്ളിലെ സലൈവറി ഗ്ലാൻസ് കാണാൻ കഴിയുന്നുണ്ട്. ഈ സലൈവറി ഗ്ലാൻസ് ആണ് ഉമിനീർ ഉൽപ്പാദിപ്പിക്കുന്നത്. ഫുഡ് ത്രൂ ദ ഈസോഫാഗസ്. ലുക്ക് അറ്റ് ദ പിക്ചർ ആൻഡ് ഐഡൻറ്റിഫൈ ടു വിച്ച് പാർട്ട് ഓഫ് ദ ഡൈജസ്റ്റീവ് സിസ്റ്റം ഡസ് ദ ച്യൂഡ് ഫുഡ് റീച്ച് നെക്സ്റ്റ്. നമ്മൾ ചവച്ചരച്ച ഭക്ഷണം ഇനി അടുത്തത് എവിടേക്കാണ് എത്തുന്നത് എന്ന് ഈ ചിത്രത്തിലൂടെ നോക്കാനാണ് പറയുന്നത്. ലെറ്റ്സ് ഗോ ഓൺ എ ജേർണി വിത്ത് ഫുഡ്. നമുക്ക് ഈ ഭക്ഷണത്തോടൊപ്പം എന്ത് ചെയ്യാം? ഒരു യാത്ര പോകാം. ടു വിച്ച് പാർട്ട് ഓഫ് ദ ഡൈജസ്റ്റീവ് സിസ്റ്റം ഡസ് ഫുഡ് ഫസ്റ്റ് റീച്ച് ഫ്രം ദ മൗത്ത്. ഭക്ഷണം നമ്മുടെ വായിൽ നിന്ന് ചവച്ചരയ്ക്കപ്പെട്ടതിന് ശേഷം നമ്മുടെ ദഹന സിസ്റ്റത്തിൻ്റെ ഏത് ഭാഗത്താണ് ആദ്യമായി എത്തുന്നത്? ലുക്ക് അറ്റ് ദ പിക്ചർ. ചിത്രം നോക്കൂ. ലൊക്കേറ്റ് ദ പൊസിഷൻ ഓഫ് ദ ഈസോഫാഗസ് ത്രൂ വിച്ച് ദ ച്യൂഡ് ഫുഡ് റീച്ചസ് ദ സ്റ്റൊമക്ക്. അപ്പോൾ നമുക്ക് എന്ത് നോക്കാം? എവിടെയാണ് ആ ഭക്ഷണത്തിൻ്റെ സ്ഥാനങ്ങൾ വരുന്നത് എന്ന് നോക്കാം. നമ്മൾ ചവച്ചരച്ച ഭക്ഷണം നമ്മുടെ വയറിലേക്ക് എത്തുന്നത് ഈസോഫാഗസിൻ്റെ ഏത് വഴി കൂടെ ആയിരിക്കുമെന്ന് നോക്കാം. വാട്ട് ഈസ് ഈസോഫാഗസ്? എന്താണ് ഈസോഫാഗസ്? ദ ഈസോഫാഗസ് ഈസ് എ ലോങ് ട്യൂബ് ദാറ്റ് കണക്ട് ദ മൗത്ത് ടു ദ സ്റ്റൊമക്ക്. ഈസോഫാഗസ് എന്ന് പറയുന്നത് വളരെ നീളമേറിയ ഒരു ട്യൂബാണ്. ഇതെന്ത് ചെയ്യുന്നു? മൗത്തിനെയും സ്റ്റൊമക്കിനെയും തമ്മിൽ കണക്ട് ചെയ്യുന്നു. ഇറ്റ് ഈസ് മെയ്ഡ് ഓഫ് മസിൽസ് കൊണ്ടാണ് ഇത് നിർമ്മിതമായിരിക്കുന്നത്. The wave-like movement of the esophageal wall helps food to reach the stomach. ഈ ഈസോഫാഗൽ വാളിൻ്റെ ഒരു വേവ് തരംഗ രൂപത്തിലുള്ള ചലനം ഭക്ഷണത്തെ വയറ്റിലെത്താൻ സഹായിക്കുന്നു. ദ മൂവ്മെൻറ്റ് ഈസ് കോൾഡ് പെരിസ്റ്റാൾസിസ്. അപ്പോൾ ഈ വേവ് ലൈക്ക് മൂവ്മെൻറ്റിനൊരു പേരുണ്ട്. ആ പേരാണിതെന്ന് പറയുന്നത് പെരിസ്റ്റാൾസിസ് എന്ന് പറയുന്നത്. ഇതിൻ്റെ കൂടെ നോട്ട് നമുക്ക് നോക്കാം. വാട്ട് ഈസ് ഈസോഫാഗസ്? ദി ഈസോഫാഗസ് ഈസ് എ ലോങ് ട്യൂബ് ദാറ്റ് കണക്ട് ദ മൗത്ത് ടു ദ സ്റ്റൊമക്ക്. അപ്പോൾ ഈസോഫാഗസ് എന്ന് പറയുന്നത് വളരെ നീളമേറിയ ഒരു ട്യൂബാണ്. ഇത് മൗത്തിനെയും സ്റ്റൊമക്കിനെയും തമ്മിൽ കണക്ട് ചെയ്യുന്നു. ഇറ്റ് ഈസ് മെയ്ഡ് ഓഫ് മസിൽസ്. ഇത് മസിൽസ് കൊണ്ട് നിർമ്മിതമാണ്. വാട്ട് ഈസ് പെരിസ്റ്റാൾസിസ്? എന്താണ് പെരിസ്റ്റാൾസിസ്? ദ വേവ് ലൈക്ക് മൂവ്മെൻറ്റ് ഓഫ് ദ ഈസോഫാഗൽ വാൾ ഹെൽപ്സ് ഫുഡ് ടു റീച്ച് ദ സ്റ്റൊമക്ക്. അപ്പോൾ ഈസോഫാഗൽ വാളിൻ്റെ ഒരു വേവ് ലൈക്ക് ഒരു അലകൾ പോലെയുള്ള ഒരു ചലനമാണ് ഭക്ഷണത്തെ വയറിലെത്താനായിട്ട് സഹായിക്കുന്നത്. ദിസ് മൂവ്മെൻറ്റ് ഈസ് കോൾഡ് പെരിസ്റ്റാൾസിസ്. ഈ ചലനത്തെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? പെരിസ്റ്റാൾസിസ് എന്ന് വിളിക്കുന്നത്. ഫുഡ് ഇൻ ദ സ്റ്റൊമക്ക്.
You know that digestion of food begins in the mouth and it reaches the stomach through the esophagus. നിങ്ങൾക്കറിയാം ഫുഡിൻ്റെ ഡൈജഷൻ എന്ന് പറയുന്നത് വായിൽ നിന്ന് തുടങ്ങി അത് ഈസോഫാഗസ് വഴി സ്റ്റൊമക്കിലെത്തിയാണ് നടക്കുന്നത്. ഡൈജഷൻ ഈസ് ദ സെക്കൻഡ് സ്റ്റേജ് ഓഫ് ന്യൂട്രീഷൻ. ന്യൂട്രീഷൻ്റെ രണ്ടാമത്തെ ഘട്ടമാണ് ഡൈജഷൻ എന്ന് പറയുന്നത്. ഒന്നാമത്തെ ഘട്ടം ഏതായിരുന്നു? ഇൻജഷൻ. ഇറ്റ് ടേക്സ് പ്ലേസ് പാർഷ്യലി ഇൻ ദ സ്റ്റൊമക് വെയർ ഫുഡ് റിമൈൻസ് ഫോർ 4 to 5 hours. അപ്പോൾ ഈ ഡൈജഷൻ എന്ന് പറയുന്ന രണ്ടാമത്തെ ഘട്ടം നടക്കുന്നത് സ്റ്റൊമക്കിലാണ്. 4 മുതൽ 5 മണിക്കൂർ വരെ നമ്മുടെ സ്റ്റൊമക്കിനുള്ളിലാണ് നമ്മൾ കഴിച്ച ഭക്ഷണം കിടക്കുന്നത്. അതുകൊണ്ട് തന്നെ ന്യൂട്രീഷൻ എന്ന് പറയുന്ന പ്രക്രിയയുടെ ഏതാണ്ട് എല്ലാ ഭാഗവും ഡൈജഷൻ എന്ന് പറയുന്ന സെക്കൻഡ് സ്റ്റേജിൽ സ്റ്റൊമക്കിൽ വെച്ച് നടക്കുന്നു. ഡ്യൂ ടു ദ പെരിസ്റ്റാൾട്ടിക് മൂവ്മെന്റ് ഓഫ് ദ സ്റ്റൊമക് വാൾ ദ ഫുഡ് ഈസ് ടേൺഡ് ഇൻ ടു എ പേസ്റ്റ് ഫോം. അപ്പോൾ ഈസോഫാഗസിന്റെ പെരിസ്റ്റാൾട്ടിക് മൂവ്മെന്റിനെ പറ്റി നമ്മൾ പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ സ്റ്റൊമക്കിനുള്ളിലും ഇത്തരത്തിലൊരു മൂവ്മെന്റ് നടക്കുന്നുണ്ട്. ഈ മൂവ്മെന്റിന്റെ ഫലമായി നമ്മൾ കഴിച്ച ഭക്ഷണം ഒരു പേസ്റ്റ് രൂപത്തിലേക്ക് മാറുന്നു. ഗ്യാസ്ട്രിക് ജ്യൂസ് പ്രൊഡ്യൂസ്ഡ് ബൈ ഗ്ലാൻസ് ഇൻ ദ സ്റ്റൊമക് വാൾ ഫെസിലിറ്റേറ്റ് ഡൈജഷൻ. അതുപോലെ തന്നെ നമ്മുടെ വയറിനുള്ളിൽ എന്ത് ചെയ്യുന്നുണ്ട്? ചില ജ്യൂസുകളൊക്കെ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നുണ്ട്. ഇതിൻ്റെ ഫലമായി ഡൈജഷൻ കൂടുതൽ നന്നായി നടക്കുന്നു. സ്റ്റൊമക് വാൾ ഓൾസോ പ്രൊഡ്യൂസ് സ്മോൾ എമൗണ്ട് ഓഫ് ഹൈഡ്രോക്ലോറിക് ആസിഡ്. അതുപോലെ തന്നെ സ്റ്റൊമക്കിൻ്റെ വാള് എന്ത് ചെയ്യുന്നു? ചെറിയ അളവിൽ ഹൈഡ്രോക്ലോറിക് ആസിഡിനെയും പ്രൊഡ്യൂസ് ചെയ്യുന്നു. ദിസ് ഹെൽപ്സ് ഇൻ പ്രോട്ടീൻ ഡൈജഷൻ ആൻഡ് പതോജൻ ഡിസ്ട്രക്ഷൻ. ഈ ഹൈഡ്രോക്ലോറിക് ആസിഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിലൂടെ നമ്മളുടെ പ്രോട്ടീൻ, നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലെ പ്രോട്ടീൻ ഡൈജസ്റ്റ് ആവാനും അതുപോലെ തന്നെ എന്തെങ്കിലും പതോജൻസ്, കീടാണുക്കൾ നമ്മുടെ ഭക്ഷണത്തിലൂടെ എത്തിയിട്ടുണ്ടെങ്കിൽ അവയെ നശിപ്പിക്കാനും സാധിക്കുന്നു. ദ പാർഷ്യലി ഡൈജസ്റ്റഡ് ഫുഡ് ഇൻ ദ സ്റ്റൊമക് ദെൻ മൂവ്സ് ഓൺ ടു ദ സ്മോൾ ഇൻറ്റസ്റ്റൈൻ. ഇങ്ങനെ ഭാഗികമായി അല്ലെങ്കിൽ പകുതിയിൽ കൂടുതലും ദഹിച്ച ഈ ഭക്ഷണം പിന്നീട് നമ്മുടെ സ്മോൾ ഇൻറ്റസ്റ്റൈനിലേക്ക്, അതായത് നമ്മുടെ ചെറുകുടലിലേക്കാണ് പോകുന്നത്. ഫുഡ് ഇൻ ദ സ്മോൾ ഇൻറ്റസ്റ്റൈൻ. ഹ്യൂമൻ സ്മോൾ ഇൻറ്റസ്റ്റൈൻ ഈസ് 5 to 6 meters ലോങ്. മനുഷ്യരുടെ ചെറുകുടൽ എന്ന് പറയുന്നത് 5 മുതൽ 6 മീറ്റർ വരെ നീളമുള്ളതാണ്. ഇറ്റ് ഈസ് ഹിയർ ദാറ്റ് ദ സെക്കൻഡ് സ്റ്റേജ് ഓഫ് ന്യൂട്രീഷൻ ഈസ് കംപ്ലീറ്റഡ്. ന്യൂട്രീഷൻ്റെ രണ്ടാമത്തെ ഘട്ടം ഏതാണ്? ഡൈജഷൻ എന്നുള്ളതാണ് രണ്ടാമത്തെ ഘട്ടം. ഈ ഘട്ടം പൂർണ്ണമാകുന്നത് സ്മോൾ ഇൻറ്റസ്റ്റൈനിൽ വെച്ചിട്ടാണ്. അബ്സോർപ്ഷൻ ഓഫ് ന്യൂട്രിയൻസ് ഓൾസോ ടേക്സ് പ്ലേസ് ഇൻ ദ സ്മോൾ ഇൻറ്റസ്റ്റൈൻ. അതുപോലെ തന്നെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലെ ന്യൂട്രിയൻസ് എല്ലാം നമ്മുടെ ശരീരത്തിലേക്ക് ആഗിരണം ചെയ്യപ്പെടുന്നത് സ്മോൾ ഇൻറ്റസ്റ്റൈനിൽ വെച്ചിട്ടാണ്. Bile produced by the liver and the pancreatic juice produced by the pancreas are mixed with partially digested food in the first part of the small intestine. അപ്പോൾ നമ്മൾ കഴിക്കുന്ന ഈ ഭക്ഷണം അരച്ച് പേസ്റ്റ് രൂപത്തിലായി ചെറുകുടലിൻ്റെ ആദ്യ ഭാഗത്ത് എത്തുമ്പോഴത്തേക്കും നമ്മുടെ ലിവർ, കരൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന ബൈൽ ജ്യൂസും അതുപോലെ തന്നെ പാൻക്രിയാസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന പാൻക്രിയാറ്റിക് ജ്യൂസും നമ്മുടെ ഈ ഭക്ഷണവുമായിട്ട് കൂടിച്ചേരുന്നു. ദിസ് കംപ്ലീറ്റ്സ് ദ ഡൈജഷൻ ഓഫ് ഫുഡ്. ഈ ജ്യൂസുകളും കൂടെയാണ് എന്തിനു സഹായിക്കുന്നത്? നമ്മളുടെ ദഹനം പൂർത്തിയാക്കുന്നതിനായിട്ട് സഹായിക്കുന്നത്. ഹൗ ഡു ദ ന്യൂട്രിയൻസ് ഇൻ ദ ഡൈജസ്റ്റഡ് ഫുഡ് ഗെറ്റ് അബ്സോർബ്ഡ് ഇൻ ടു ദ ബ്ലഡ്. ഇനി നമ്മളുടെ ദഹിച്ച ഭക്ഷണത്തിലെ ന്യൂട്രിയൻസ് എങ്ങനെയായിരിക്കാം ബ്ലഡിലേക്ക് ആഗിരണം ചെയ്യപ്പെടുന്നത്? വില്ലെ ആർ ദ സ്മോൾ ഫിംഗർ ലൈക്ക് പ്രൊജക്ഷൻ പ്രസൻറ്റ് ഇൻ ദ വാൾ ഓഫ് സ്മോൾ ഇൻറ്റസ്റ്റൈൻ. ചെറുകുടലിൻ്റെ ഭിത്തികളിൽ വിരൽ പോലെയുള്ള ചെറിയ പ്രൊജക്ഷൻസ് ഉണ്ട്. ഈ പ്രൊജക്ഷൻസിന് പറയുന്ന പേരാണ് വില്ലി. ന്യൂട്രിയൻസ് ഇൻ ദ ഡൈജസ്റ്റഡ് ഫുഡ് ആർ അബ്സോർബ്ഡ് ഇൻ ടു ദ ബ്ലഡ് ത്രൂ ദ വില്ലി. അപ്പോൾ ദഹിച്ച ഭക്ഷണത്തിലെ ന്യൂട്രിയൻസ് രക്തത്തിലേക്ക് അബ്സോർബ് ചെയ്യപ്പെടുന്നത്, ആഗിരണം ചെയ്യപ്പെടുന്നത് ഈ വില്ലീസിലൂടെയാണ്. ദിസ് ഈസ് ദ തേർഡ് സ്റ്റേജ് ഇൻ ന്യൂട്രീഷൻ ആൻഡ് ദ പ്രോസസ് ഈസ് കോൾഡ് അബ്സോർപ്ഷൻ. The nutrients that reached the blood become part of the body. അപ്പോൾ രക്തത്തിലേക്ക് എത്തിച്ചേരുന്ന ഈ ന്യൂട്രിയൻസ് പിന്നീട് നമ്മുടെ ശരീരത്തിൻ്റെ ഭാഗമായി മാറുന്നു. ദിസ് ഈസ് ദ ഫോർത്ത് സ്റ്റേജ് ഓഫ് ന്യൂട്രീഷൻ ആൻഡ് ദിസ് പ്രോസസ് ഈസ് കോൾഡ് അസിമിലേഷൻ. അപ്പോൾ ഇങ്ങനെ ന്യൂട്രീഷൻ നമ്മുടെ ബോഡിയുടെ പാർട്ടായി മാറുന്ന പ്രോസസ്സാണ് നാലാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത്. ഈ നാലാമത്തെ സ്റ്റേജിനെ നമ്മൾ അസിമിലേഷൻ എന്നാണ് പറയുന്നത്. The digested food will also have substances not needed by the body. അതുപോലെ തന്നെ ദഹിക്കപ്പെട്ട ഭക്ഷണത്തിൽ നമ്മുടെ ശരീരത്തിന് ആവശ്യമില്ലാത്ത കുറച്ച് ഘടകങ്ങളും ഉണ്ടായിരിക്കും. ലെറ്റ്സ് സീ ഹൗ ദേ ആർ എലിമിനേറ്റഡ്. ഇനി അവയെ എങ്ങനെയാണ് പുറന്തള്ളുന്നത് എന്ന് നമുക്ക് നോക്കാം. After the absorption of nutrients, the residues in the digested food move to the large intestine. അപ്പോൾ നമ്മൾ ഈ അബ്സോർബ് ചെയ്തതിന് ശേഷം ആവശ്യമില്ലാത്ത ബാക്കിയുള്ള ഡൈജസ്റ്റഡ് ഫുഡ് നമ്മുടെ ലാർജ് ഇൻറ്റസ്റ്റൈനിലേക്ക് പോകുന്നു. വാട്ടർ ആൻഡ് സം സോൾട്ട് ആർ അബ്സോർബ്ഡ് ഇൻ ടു ദ ലാർജ് ഇൻറ്റസ്റ്റൈൻ ഫ്രം ദ ഡൈജസ്റ്റീവ് വേസ്റ്റ് ആസ് നീഡഡ് ബൈ ദ ബോഡി. അപ്പോൾ ഇനി ഈ ബാക്കിയുള്ള ഡൈജസ്റ്റഡ് ഫുഡിൽ നിന്ന് നമ്മുടെ ബോഡിക്ക് ആവശ്യമുള്ള വാട്ടറും സോൾട്ടും എല്ലാം ലാർജ് ഇൻറ്റസ്റ്റൈനിൽ വെച്ചിട്ട് അബ്സോർബ് ചെയ്യപ്പെടുന്നു.
ലേറ്റർ ദ ഡൈജസ്റ്റീവ് വേസ്റ്റ് സ്റ്റോർഡ് ഇൻ ദ റെക്ടം ഈസ് ഇജസ്റ്റഡ് ത്രൂ ദ ഏനസ്. അപ്പോൾ ഇനി ബാക്കിയുള്ളത് എന്ത് ചെയ്യുന്നു? റെക്ടത്തിൽ സ്റ്റോർ ചെയ്ത് ഏനസ് വഴി പുറത്തേക്ക് തള്ളപ്പെടുന്നു. ദിസ് ഈസ് ദ ഫിഫ്ത്ത് സ്റ്റേജ് ഓഫ് ന്യൂട്രീഷൻ ആൻഡ് ദിസ് പ്രോസസ് ഓഫ് ഡൈജസ്റ്റീവ് വേസ്റ്റ് റിമൂവൽ ഫ്രം അവർ ബോഡി ഈസ് കോൾഡ് ഇജഷൻ. അപ്പോൾ ഇതാണ് നമ്മുടെ ന്യൂട്രീഷൻ്റെ 5ാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത്. നമ്മുടെ ബോഡിയിൽ നിന്ന് ഈ ഡൈജസ്റ്റീവ് വേസ്റ്റിനെ പുറത്തു തള്ളുന്ന പ്രക്രിയയ്ക്ക് പറയുന്ന പേരാണ് ഇജഷൻ. അപ്പോൾ ഇത് വെച്ചിട്ട് താഴെ തന്നിരിക്കുന്ന ഫ്ലോ ചാർട്ട് കംപ്ലീറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ന്യൂട്രീഷൻ്റെ 5 സ്റ്റേജുകളാണ് ഇവിടെ ഉള്ളത്. ഏതൊക്കെയാണ്? ഫസ്റ്റ് സ്റ്റേജ് ഇൻജഷൻ, സെക്കൻഡ് സ്റ്റേജ് ഡൈജഷൻ, 3 അബ്സോർപ്ഷൻ, 4 അസിമിലേഷൻ, 5 ഇജഷൻ. അപ്പോൾ ഈ 5 സ്റ്റേജുകളും ഫ്ലോ ചാർട്ടിൽ നിങ്ങൾ ഉൾപ്പെടുത്തുമല്ലോ. അപ്പോൾ അടുത്തതായിട്ട് ഒബ്സർവ് ദ ഡയഗ്രമാറ്റിക് റെപ്രസെൻറ്റേഷൻ ഓഫ് ഹ്യൂമൻ ഡൈജസ്റ്റീവ് സിസ്റ്റം. നിങ്ങൾ എന്ത് ചെയ്യുക? ഇവിടെ തന്നിരിക്കുന്ന മനുഷ്യരുടെ ദഹന പ്രക്രിയയുടെ ഒരു റെപ്രസെൻറ്റേഷൻ നോക്കുക. റൈറ്റ് ഇൻ യുവർ സയൻസ് ഡയറി ദ നെയിംസ് ആൻഡ് ഫങ്ഷൻസ് ഓഫ് ദ ലേബിൾഡ് പാർട്സ്. എന്നിട്ട് നിങ്ങളുടെ സയൻസ് ഡയറിയിൽ ഈ ലേബിൾഡ് പാർട്ടുകളുടെ പേരുകളും അവയുടെ ഫങ്ഷനും നിങ്ങൾ എഴുതണം. ലേബൽ ചെയ്ത പാർട്ടുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. എ മൗത്ത്, ബി ഈസോഫാഗസ്, സി സ്റ്റൊമക്, ഡി സ്മോൾ ഇൻറ്റസ്റ്റൈൻ, ഇ ലാർജ് ഇൻറ്റസ്റ്റൈൻ, എഫ് റെക്ടം. ഈ ചിത്രം നിങ്ങളുടെ സയൻസ് ഡയറിയിൽ വരച്ച് ഈ ഭാഗങ്ങൾ എഴുതുകയും അതോടൊപ്പം തന്നെ ഇവയുടെ ഫങ്ഷൻസ് നമ്മളുടെ ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് കണ്ടെത്തി എഴുതുകയും വേണം. ന്യൂട്രീഷൻ ഇൻ അതർ ഓർഗാനിസംസ്. ദ പിക്ചർ ഇല്ലുസ്ട്രേറ്റ് ദ പ്രോസസ് ഓഫ് ന്യൂട്രീഷൻ ഇൻ ദ സിംഗിൾ സെൽഡ് അമീബ. ഇവിടെ തന്നിരിക്കുന്ന ചിത്രം ഒറ്റ സെൽ മാത്രമുള്ള അമീബയിലെ ന്യൂട്രീഷൻ്റെ പ്രോസസ്സാണ് കാണിക്കുന്നത്. അനലൈസ് ദ പിക്ചർ ആൻഡ് റെക്കോർഡ് ഇൻ ദ സയൻസ് ഡയറി ദ വേരിയസ് സ്റ്റേജസ് ഓഫ് ന്യൂട്രീഷൻ ഇൻ അമീബ. അപ്പോൾ നിങ്ങൾ ഈ ചിത്രം കൃത്യമായി നിരീക്ഷിച്ചതിന് ശേഷം അമീബയുടെ ന്യൂട്രീഷൻ്റെ വ്യത്യസ്തമായിട്ടുള്ള ഘട്ടങ്ങൾ ഏതൊക്കെയാണെന്ന് നിങ്ങളുടെ സയൻസ് ഡയറിയിൽ എഴുതണം. ആദ്യം എന്താണ്? ഫുഡ് പാർട്ടിക്കിൾ അമീബയുടെ അടുത്തേക്ക് വരുന്നു. അപ്പോൾ ഇഞ്ചക്ഷൻ നടക്കുന്നു. അമീബ എന്ത് ചെയ്യുന്നു? ആ ഫുഡ് പാർട്ടിക്കിളിനെ തൻ്റെ ഉള്ളിലേക്ക് ആക്കുന്നു. പിന്നീട് ഡൈജഷൻ നടക്കുന്നു. അതിനുശേഷം എന്താണ്? അബ്സോർപ്ഷൻ. ഈ ന്യൂട്രീഷനൊക്കെ അബ്സോർബ് ചെയ്തെടുക്കുന്നു. അതിനുശേഷം എന്താണ്? അസിമിലേഷൻ നടക്കുന്നു. അത് തൻ്റെ ബോഡിയുടെ പാർട്ടാക്കി മാറ്റുന്നു. അതിനുശേഷം ഇജഷൻ. തനിക്ക് വേണ്ടാത്ത വേസ്റ്റ് എന്ത് ചെയ്യുന്നു? പുറത്തേക്ക് തള്ളുന്നു. അടുത്ത നോക്കിയേ. ലെറ്റ്സ് ഒബ്സർവ് ദ പിക്ചേഴ്സ് ഓഫ് ഡൈജസ്റ്റീവ് സിസ്റ്റം ഓഫ് സം അനിമൽസ്. ഇനി മറ്റു ചില മൃഗങ്ങളുടെ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിൻ്റെ ചിത്രം താഴെ തന്നിട്ടുണ്ട്. ഹെന്നുണ്ട്, ക്യാറ്റുണ്ട്, കൗ ഉണ്ട്. Do the digestive system of these animals have any similarity with our digestive system? Discuss. അപ്പോൾ ഈ ജീവികളുടെ ഡൈജസ്റ്റീവ് സിസ്റ്റവും നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റവുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? ഉണ്ടല്ലേ. സ്ട്രക്ചറൊക്കെ ഡിഫറെൻ്റ് ആണെങ്കിലും ഏതാണ്ട് ഒരേ കണക്കൊക്കെ തന്നെയാണല്ലേ ഉള്ളത്. അപ്പോൾ നിങ്ങളത് കൃത്യമായിട്ട് നിരീക്ഷിക്കൂ. എന്നിട്ട് കൂട്ടുകാർ ചേർന്ന് ചർച്ച ചെയ്യൂ. അപ്പോൾ നമുക്ക് ഈ ചാപ്റ്ററിൻ്റെ ബാക്കി ഭാഗവുമായി മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്